നമസ്കാരം. മൗനി അമാവാസി യോഗവും ത്രിവേണി യോഗവും ലക്ഷാധിപതി യോഗവും രൂപപ്പെടുന്നു അഥവാ ഇവരിൽ രൂപപ്പെടുന്നു. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു യോഗമാണ് ലക്ഷാധിപതി യോഗം. വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന യോഗമാണ് ഇത്. അതിനാൽ തന്നെ ഈ യോഗം രൂപപ്പെടുന്ന രാശിക്കാരിൽ വളരെയധികം നേട്ടങ്ങളും മാറ്റങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സൗഭാഗ്യങ്ങൾ ഏതെല്ലാം രാശിക്കാരെ തേടിയെത്തും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രതിസന്ധികൾ പലതും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം എന്ന് തന്നെ പരാമർശിക്കാം. സാമ്പത്തിക ബാധ്യതകൾ, പരാധീനതകൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ബിസിനസ് പരമായും ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടുകയോ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോ ആകാം. പല കാരണങ്ങൾ കൊണ്ടും പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, പ്രതീക്ഷിക്കുന്നതായ ധനം തടസ്സങ്ങളാൽ വന്നു ചേരാത്തതായ അവസ്ഥയുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ബന്ധുക്കൾ, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാകുന്നു. ബിസിനസ്സിലൂടെ സമ്പാദ്യം, അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പരമായി ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തലവര മാറുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ ലാഭം ജീവിതത്തിലേക്ക് കടന്നു വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തമായ കാര്യങ്ങൾ, അവരുടെ വ്യക്തമായ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാനും കൂടാതെ അബദ്ധങ്ങൾ പിണയാതിരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പലവിധ സാമ്പത്തിക പരാധീനതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാകാം. എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എങ്കിൽ പോലും അത് തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലുള്ളത്. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ചതായ ഒട്ടനവധി കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഇവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രയാസമേറിയ പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു എങ്കിൽ പോലും അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പഠനം പൂർത്തിയാക്കുവാനും പൂർത്തിയാക്കിയ വ്യക്തികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങൾ, ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ, അത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും അത് ബിസിനസ് പരമായോ അല്ലാതെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം.
കുടുംബത്തിലെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിലുള്ള ചിന്തകൾ, പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നു ചേരും. പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളും കടന്ന് വരാവുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഭാഗ്യം പൊതുവിൽ തുണയ്ക്കുന്നതായ ഒരു സമയമാണ്. അതിനാൽ ചെയ്യുന്ന പല പ്രവൃത്തികളിലും വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തികപരമായ പരാധീനതകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് അലോസരപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഒട്ടനവധി സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതുമാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഈ രാശിക്കാർക്ക് പ്രതികൂലമായ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജോലിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ആഗ്രഹിച്ചതായ ഒട്ടനവധി കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ശോഭിക്കാം. അത് ബിസിനസ് പരമോ തൊഴിൽപരമോ അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ടോ ആകാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുകയോ അതേക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയോ ചെയ്യാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക്, തൊഴിൽപരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജോലിയിൽ ശോഭിക്കുവാൻ, ബിസിനസ്സിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം. ഒട്ടനവധിയായ അംഗീകാരങ്ങൾ, പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക ബാധ്യതകൾ പോലും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതായ സമയമാക്കുന്നു. ആഗ്രഹിച്ച രീതിയിൽ തന്നെ പല ഉയർച്ചകളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പേരും പ്രശസ്തിയും ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽപരമായോ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിദ്യയിൽ പോലും തിളങ്ങുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലും അത് ലാഭത്തിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, കാര്യവിജയങ്ങൾ നേടുക, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. തടസ്സങ്ങളാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾക്ക് പുതിയ ചില മാർഗങ്ങൾ, അനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെടാം. അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായ ഒരു അവസരം നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.